കേരളത്തിൻ്റെ കുംഭമേള എന്ന് വിശേഷിക്കപ്പെടുന്ന മഹാമാഘ ഉത്സവത്തിന് നാളെ കൊടിയേറും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ധ്വജാരോഹണം നടത്തും. മഹാമാഘ ഉത്സവത്തിന് ഉള്ള ഒരുക്കങ്ങൾ തിരുനാവായിൽ പൂർത്തിയായി. 2.5 നൂറ്റാണ്ടിന് ശേഷം ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായിൽ നടക്കുന്ന മഹാമാഘ മഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. മാഘഗുപ്ത നവരാത്രി ആരംഭദിനമായ നാളെ 11 മണിക്ക് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ധർമ്മധ്വജം ഉയർത്തുന്നതോടെ ഉത്സവത്തിന് ഔദ്യോഗികമായ തുടക്കമാകും. നവാമുകുന്ദ സന്നിധിയിൽ കൊടിയേറ്റ് നടക്കുന്ന അതേസമയം ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമായ തമിഴ്നാട്ടിലെ തിരുമൂർത്തി മലയിൽ നിന്ന് ശ്രീചക്രവുമായി രഥയാത്ര പുറപ്പെടും. 22-ന് യാത്ര തിരുനാവായയിലെത്തും. മഹാമാഘ ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള പ്രായശ്ചിത്ത പൂജകൾ 16-ന് തന്നെ യജ്ഞശാലയിൽ തുടങ്ങിയിരുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം നടക്കുന്ന കേരളത്തിൻ്റെ പൗരാണിക ഉത്സവത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി മഹാമാഘ സഭാപതി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി പറഞ്ഞു. മാഘഗുപ്ത നവരാത്രിയാണ് ദശമഹാവിദ്യയുടെ സാധനയ്ക്കായിട്ടുള്ള ജനുവരി 19 മുതലുള്ള 9 ദിവസങ്ങൾ. അതിൻ്റെ മഹാനന്ദ നവമിയാണ്. അതിൻ്റെ അടുത്ത ദിവസം ഗുപ്ത വിജയദശമിയാണ്. പിന്നെ ജയ ഏകാദശി, അതെല്ലാ ശാപങ്ങളിൽ നിന്നും നമുക്ക് മുക്തി തരുന്ന ഏകാദശിയാണ്. ഫെബ്രുവരി 1 മാഘപൂർണിമ, അന്ന് തൈപ്പൂയം കൂടിയാണ്. അപ്പം ആണ്ടിയൂട്ട്, അത് കുട്ടികൾക്ക് മുരുകഭഗവാൻ എന്നുള്ള സങ്കല്പത്തിൽ ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ മുരുകഭഗവാനും ഉണ്ടാകും ആണ്ടിയായിട്ട് എന്നുള്ളതാണ് പുരാതനമായിട്ടുള്ള ആചരണം. ഫെബ്രുവരി 3-ന് നടക്കുന്ന അമൃതസ്നാനത്തോടും യതി പൂജയോടും കൂടിയാണ് മഹോത്സവത്തിന് സമാപനമാവുക. ദക്ഷിണേന്ത്യയിലെ കുംഭമേള എന്ന് വിശേഷിപ്പിക്കുന്ന മഹാമാഘ ഉത്സവത്തിനായി ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സന്യാസി സമൂഹവും വിശ്വാസികളും നിളാതീരത്തേക്ക് എത്തിത്തുടങ്ങി. ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുകൂല നിലപാട് വന്നതോടെ അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് സംഘാടകർ. ദിവസേന 1,00,000-ലേറെ പേർ തിരുനാവായിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ ജില്ലകളിലെ ഭക്തർക്കായി KSRTC പ്രത്യേക ബസ് സർവീസുകൾ നടത്തും. അമൃത ന്യൂസ്, മലപ്പുറം.